രാജ്യങ്ങളും ഓരോ സ്ഥലങ്ങളും നമ്മോട് വെളിപ്പെടുത്തുമ്പോൾ എന്റെ പൊന്നമ്മമാരെ മനസ്സിലാക്കണേ, എന്റെ പൊന്നപ്പമാരെ മനസ്സിലാക്കണേ. ആകാശഗോളങ്ങളിൽ നിന്ന് അഗ്നിപർവ്വതങ്ങളില്ലേ, അഗ്നികളില്ലേ, താഴേക്ക് വന്ന രംഗങ്ങൾ, കല്ലമഴ പെയ്യില്ലേ, ആകാശത്തിൽ നിന്ന് മഴ വർഷിച്ചത് കേട്ടിട്ടുണ്ട്. പക്ഷേ തീ വന്നത് നമ്മൾ അറിഞ്ഞില്ലല്ലോ, തീ വന്നത് നമ്മൾ അറിഞ്ഞില്ലല്ലോ. എന്റെ പ്രിയപ്പെട്ട സഹോദരാ, എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, എവിടത്തേക്കാണ് നമ്മുടെ യാത്ര? എങ്ങോട്ടാ നമ്മുടെ യാത്ര? എങ്ങോട്ടാ? പടച്ചതമ്പുരാനെ മറന്നിട്ടുള്ള ആഡംബരത്തിന് വേണ്ടിയാണെങ്കിൽ, ദുനിയാവിലെ സുഖങ്ങൾക്ക് വേണ്ടിയാണെങ്കിൽ എന്റെ പൊന്നമ്മമാരെ മടങ്ങിക്കോ. പരിശുദ്ധമാർന്ന ഖുർആൻ പറഞ്ഞ രീതിയിലേക്ക് മടങ്ങിക്കോ. അല്ലാ, ഞങ്ങളെയൊക്കെ നീ കാത്തുരക്ഷിക്കണേ അല്ലാ. അപ്പം പ്രിയപ്പെട്ടവരെ, നമ്മുടെ തെറ്റായ രീതികളെ, ഏത് തെറ്റായ രീതികളെല്ലാം ഒഴിവാക്കി, എല്ലാ ചിന്തകളും ഒഴിവാക്കി, എല്ലാം മറന്നുകൊണ്ട് അല്ലാഹു തആല നമുക്കെന്ത് റഹ്മത്ത് തന്നോ, അല്ലാഹു തആല എന്ത് ബർക്കത്ത് നമുക്ക് തന്നോ, അത് മാത്രം നമുക്ക് മതി, അത് മാത്രം നമുക്ക് മതി, അല്ലാതെ വേറെ എന്ന് നമുക്ക് വേണ്ട. ആ പരിശുദ്ധമാർന്ന ഖുർആൻ ഒന്ന് ചിന്തിച്ചു നോക്കിയേ. ആ പരിശുദ്ധമാർന്ന ഖുർആനിൽ അലിഫ് ലാം മീം എന്ന് പരിശുദ്ധമാർന്ന ഖുർആനിന്റെ ആയത്ത് അറബി കാട്ടാളന്മാരുടെ ഇടയിലേക്ക് എത്തിയപ്പോൾ എന്താണ് ഇതിന്റെ അർത്ഥം? അലിഫും ലാമും മീമും എന്നതിന്റെ അർത്ഥം പോലും ലഭിക്കാതെ, അർത്ഥം പോലും കിട്ടാതെ കാട്ടാള വർഗങ്ങളായ അറബി ഗോത്രങ്ങൾ പോലും ഞെട്ടിവിറച്ചതെങ്കിൽ എന്റെ യമലീല സഹോദരന്മാരെ, ഖുർആനിന്റെ വചനം കേട്ടിട്ട് എന്താണ് നമ്മുടെ മനസ്സിന്റെ ഉള്ളകത്തിലേക്ക് വന്നത്? ആ ഖുർആനിന്റെ വചനം കേട്ടുകൊണ്ട് കാട്ടാളനായ ഉമർ എന്നറിയപ്പെടുന്ന കിസ്റ കൈസർ പോലെ ഞെട്ടിവിറച്ച ഉമറുണ്ടല്ലോ, ആ ഉമറിന്റെ മനസ്സ് പോലെ മാറ്റിയ പരിശുദ്ധമാർന്ന ഖുർആൻ, ആ പരിശുദ്ധമാർന്ന ഖുർആൻ ഉമറിന്റെ ചരിത്രമൊന്ന് ഞാൻ നിങ്ങൾക്ക് വിവരിക്കാം. ആ ഉമർ എന്ന ആ കാട്ടാളം പറയുകയാണ്, ഞാൻ മുഹമ്മദിന്റെ തല വെട്ടിയെടുക്കാം, ഞാൻ മുഹമ്മദിന്റെ തല വെട്ടിയെടുക്കാമെന്ന് പറഞ്ഞപ്പോ മുഹമ്മദിന്റെ തല വെട്ടിയെടുക്കാൻ വേണ്ടിക്കൊണ്ട് പുറപ്പെടുകയാ. ഒട്ടകപ്പുറത്ത് ചാടിക്കേറിക്കൊണ്ട് ഉമർ ഇതാ പോവുകയാണ്, ആ റസൂലുള്ളാഹിന്റെ തല വെട്ടിയെടുക്കാൻ പോവുകയാ. വയ്യരികിലൊരു മനുഷ്യൻ കണ്ടു, എവിടത്തേക്കാ ഉമറേ നീ പോകുന്നത്? ഞാൻ മുഹമ്മദിന്റെ തല വെട്ടിയെടുക്കാൻ പോവുകയാ. എന്നാൽ നിന്റെ പെങ്ങളുടെ തല വെട്ടിയെടുക്ക്, പെങ്ങൾ ഇസ്ലാം മതത്തിലേക്ക് കടന്നു വന്നു എന്ന് പറഞ്ഞുകൊണ്ടപ്പോ ഉമറാകെ കോപിതനാവുകയാണ്, ഉമറാകെ ദേഷ്യം വർദ്ധിക്കുകയാണ്, വല്ലാതെ ആംഗ്രി ആവുകയാണ്. ഉമർ കോപിതനായിക്കൊണ്ട് ഉമർ പിന്നെയും വാളിനെ മൂർച്ച കൂട്ടുകയാ. ഉമർ ഇതാ തയ്യാറാവുകയാണ്, തന്റെ പെങ്ങളുടെ തല വെട്ടിയെടുക്കാൻ പോവുകയാ. പെങ്ങളുടെ വീട്ടിൽ നിന്ന് പരിശുദ്ധമായ ഖുർആൻ ഓതുകയാ. തഹാ മാ അൻസൽനാ അലൈക്കൽ ഖുർആന ലിതഷ്കാ എന്ന് തുടങ്ങി 11ാമത്തെ ആയത്ത് അവസാനിക്കുമ്പോ ഉമറിന്റെ മനസ്സ് മാറുകയാ. കോപിതനായ ഉമറുണ്ടല്ലോ, അഹങ്കരിയായ ഉമറുണ്ടല്ലോ, ആ ഉമറിന്റെ മനസ്സ് പോലും മാറ്റിയെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, നമ്മുടെ മനസ്സ് എന്തുകൊണ്ട് മാറുന്നില്ല? എന്തുകൊണ്ട് നമ്മുടെ മനസ്സ് മാറുന്നില്ല? എന്തുകൊണ്ടാ നമ്മുടെ മനസ്സ് മാറാത്തത്? എന്തെന്നറിയുമോ? ആ ഖുർആൻ നമ്മൾ നല്ല രീതിയിൽ നമ്മൾ കേട്ടില്ല, ആ ഖുർആൻ നമ്മൾ നല്ല രീതിയിൽ പാരായണം ചെയ്തില്ല. അതുകൊണ്ടുള്ള തെറ്റാണ് നമ്മൾക്ക് സംഭവിച്ചത്, അതുകൊണ്ടുള്ള പ്രശ്നമാണ് നമുക്ക് സംഭവിച്ചത്. ഖുർആൻ എടുത്തുള്ള പാരായണം ചെയ്യുമ്പോ അതിന്റെ രീതിയിൽ, അതിന്റെ ശൈലിയിൽ നമ്മൾ ഓതിയിരുന്നെങ്കിൽ, അതിന്റെ രീതിയിൽ, അതിന്റെ ശൈലിയിൽ, ആ രീതിയിൽ നമ്മൾ ഓതിയിരുന്നെങ്കിൽ അല്ലാഹു തആല നമുക്ക് വിജയം നൽകുമായിരുന്നു. പടച്ചതമ്പുരാൻ നമുക്ക് വിജയം നൽകുമായിരുന്നു. കുഞ്ഞുമക്കളുടെ ചെവിയിൽ പോലും DJ സോങ്ങിന്റെ മുഴക്കങ്ങൾ ആടിക്കൊണ്ടിരിക്കുമ്പോ, മുഴക്കങ്ങൾ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുമ്പോ എന്റെ അയകുള്ള ഫാത്തിമ, എന്റെ മഞ്ചുള്ള ഫാത്തിമ, ഓളക്കണ്ടക്കോ എന്നുള്ള ന്യൂ ജനറേഷന്റെ ഭാഷകൾ ഇറങ്ങുമ്പോ, ന്യൂ ജനറേഷന്റെ മ്യൂസിക്കുകൾ ഇറങ്ങുമ്പോ അത് കുഞ്ഞുമക്കളുടെ ചെവിന്റെ ഉള്ളിലേക്ക് നമ്മളത് ആകർഷമായി
അത് കേട്ടുകൊണ്ടിരിക്കുമ്പോ അവരുടെ മനസ്സിന് പോലും മാറ്റം വരികയാ. അവർക്കതില്ലാതെ ഉറങ്ങാൻ കഴിയില്ല, അതവർക്കതില്ലാതെ ഉറങ്ങാൻ കഴിയില്ല. പക്ഷേ ഇതിന് കാരണക്കാരൻ നമ്മളാണ്. പണ്ട് കാലത്ത് ഉമ്മമാര് ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. എത്ര മനോഹരമായ പാട്ടാണ്, എത്ര മനോഹരമായ ഒരു ബൈത്താണ്. അതൊന്ന് ചൊല്ലിക്കൊടുക്കുക, അത് കുഞ്ഞുമക്കളുടെ ഉള്ളിലേക്കൊന്ന് കേൾപ്പിച്ചു കൊടുക്കുക. നമ്മുടെ മനസ്സിന് തോന്നുന്നില്ലല്ലോ സഹോദരാ, നമ്മുടെ മനസ്സിന് തോന്നുന്നില്ലല്ലോ സഹോദരി. എന്തുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ആകാനുള്ള കാരണം? എന്താണ് നമ്മുടെ മനസ്സിനെ ഇത്രയും അധികം ഇങ്ങനെ ഒരു കാട്ടാളന്മാരെ പോലെ ആകാനുള്ള കാരണം? നമ്മുടെ മാതാപിതാക്കളാണ് ഒന്നാമത്തെ കാരണക്കാര്. മാതാപിതാക്കളാണ്. മക്കളുടെ വളർത്തലുള്ള രീതി എങ്ങനെയാണ്, മക്കളെ എങ്ങനെയാണ് വളർത്തേണ്ടതെന്ന് എൻ്റെ ഈ മാതാപിതാക്കൾക്ക് അറിഞ്ഞിരുന്നെങ്കിൽ മക്കൾ തെറ്റായ രീതിയിലേക്ക് പോകുമായിരുന്നില്ല, മക്കൾ ചീത്ത രീതിയിലേക്ക് പോകുമായിരുന്നില്ല. മക്കൾ നല്ലത് മാത്രമേ ചിന്തിക്കുകയുള്ളൂ, മക്കൾ നല്ലത് മാത്രമേ ചിന്തിക്കുകയുള്ളൂ. ഇന്നെന്താണ് മോഡലാണ് നമുക്ക് വേണ്ടത്. ഖുർആൻ വേണ്ട, ഒരു ഈമാൻ കാര്യം പോലും ചോദിച്ചാൽ, ഇസ്ലാം കാര്യം പോലും ചോദിച്ചാൽ നമ്മൾ വാപുളക്കുകയല്ലേ ചെയ്യുക. എന്താണ് ഇസ്ലാം എന്ന് ചോദിച്ചാൽ നമ്മൾ ഇങ്ങനെ അന്തം വിട്ട പോലെ നിൽക്കും. സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ്. അല്ലാഹ് നിങ്ങളുടെ ഉമ്മമാരുടെ മക്കളേക്ക് നീ നല്ലവരാക്കണേ അല്ലാ, നല്ലവരാക്കി മാറ്റണേ അല്ലാ. എന്റെ പൊന്നുമ്മമാര് നല്ല രീതിയിൽ നടത്തിയെങ്കിൽ കുഞ്ഞുമക്കളുടെ മുന്നിൽ പോലും ചന്ദനമയം പരസ്പരം കാണിച്ചുകൊണ്ട് സീരിയലിന് സിനിമക്കും അടിമയാക്കിയ പൊന്നുമ്മമാരെ ആർക്ക് വേണ്ടിയാ പൊന്നുമ്മ? തെറ്റായ രീതിയിലേക്ക് നമ്മളല്ലേ മക്കളെ വേൽച്ചെറിയപ്പെടുന്നത്, നമ്മളല്ലേ തെറ്റായ രീതിയിലേക്ക് വെളിച്ചപ്പെടുന്നത്. അങ്ങനെയുള്ള മാതാപിതാക്കൾക്ക് ഞാനൊരു മുന്നറിയിപ്പ് നൽകുകയാ. അങ്ങനെയുള്ള മാതാപിതാക്കൾക്ക് ഒരു സ്റ്റോപ്പാക്കാൻ വേണ്ടിയുള്ള ഒരറിയിപ്പ് ഞാൻ നൽകുകയാ. മൗശറയിലുണ്ടല്ലോ, ആരുമില്ലാത്ത മൗശറയുണ്ടല്ലോ. യോശുന്നാസ യൗമൽ ഖിയാമത്തി ഖുഫാതൻ റബൻ യുലാ. മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ മത്സരയുണ്ടല്ലോ, ആരുമില്ലാത്ത മത്സരയുണ്ടല്ലോ. ആ മത്സരയിൽ നിന്ന് മക്കൾ പറയുകയാ, എന്റെ ഉമ്മയാണ് എനിക്ക് ഡ്രസ് വാങ്ങി തന്നത്, എന്റെ ഉമ്മയാണ് എനിക്ക് പഠിപ്പിച്ചു തന്നതെന്ന് മക്കൾ വെളിപ്പെടുത്തുമ്പോ എന്റെ പൊന്നമ്മമാരെ ആരാണ് നമ്മെ രക്ഷിക്കാനുള്ളത്, ആരാണ് നമ്മെ സംരക്ഷിക്കാനുള്ളത്? ദുനിയാവിന്റെ ആർഭാടങ്ങളല്ലേ നമുക്ക് വേണ്ടത്. പടച്ചതമ്പുരാനെ നമ്മൾ ചിന്തിച്ചില്ലല്ലോ, അല്ലാഹുവിനെ കുറിച്ച് നമ്മൾ ചിന്തിച്ചില്ലല്ലോ. ഇനി എന്തായിരിക്കും എന്റെ അവസ്ഥ, എന്തായിരിക്കും ഇനി എന്തായിരിക്കും എന്റെ ഈ ദുനിയാവ് മാത്രമാണോ, ഇനി ഒരു ലോകമുണ്ടോ എന്ന് ചിന്തിച്ചു നോക്കിയേ. ആ ലോകത്തിൽ അസാബ് എന്തായിരിക്കുമെന്നൊന്ന് ചിന്തിച്ചു നോക്കിയേ. എന്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നന്മ നമ്മൾ ആഗ്രഹിച്ചാൽ അള്ളാഹു നമുക്ക് വിജയം നൽകും. അള്ളാഹു നമുക്ക് വിജയം നൽകും. ഈ ചീത്തത് ആഗ്രഹിച്ചത് കൊണ്ടാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഖബറെന്ന മഹാ അത്ഭുതമായ ഖബറുണ്ടല്ലോ, ആ അത്ഭുതത്തിന്റെ മഹാ അത്ഭുതമായ ഒരു ലോകം പോലെ നിറം പോലെ നിൽക്കുന്ന ഖബറെന്ന മഹാ അത്ഭുതമല്ലേ. ആ ഖബറെന്ന അത്ഭുതത്തിന്റെ രംഗമൊന്ന് ചിന്തിച്ചു നോക്കിയേ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ. ഒരു മഹാന്റെ സഹോദരൻ മരണപ്പെട്ടു. ആ മഹാന്റെ സഹോദരൻ മരണപ്പെട്ടു. ആ മഹാൻ കൊതിച്ചുപോയി. എന്റെ സഹോദരന്റെ ഖബറിന്റെ അവസ്ഥ, എന്റെ സഹോദരന്റെ ഖബറിന്റെ അവസ്ഥ എന്താണെന്ന് തന്റെ മനസ്സിലിങ്ങനെ അത് കാണാൻ കൊതിച്ചുപോയി. ഉമർ റളിയല്ലാഹു അൻഹു അബൂ ജഹലിന്റെ ഖബർ കണ്ടിട്ടുണ്ട്. നമ്മുടെ കൂട്ടത്തിൽ ആരെങ്കിലും ഖബർ കണ്ടിട്ടുണ്ടെങ്കിൽ